Hello everyone, welcome back to our channel. All is God's blessings, D and D Vlogs. അപ്പോൾ ഇന്ന് നമ്മളൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടോ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹിന്ദിയോ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജസോ പഠിക്കാനുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇപ്പം നമുക്കൊരു ലാംഗ്വേജ് പഠിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹിന്ദിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആണ്. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വേറെ വേറെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട് വേറെ വേറെ സ്റ്റേറ്റിൽ നിന്ന് തന്നെ പിള്ളേർക്ക് ഹിന്ദി സംസാരിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളുടെ സപ്പോർട്ട് മേടിച്ച് നമ്മൾ ഒരിക്കലും ഒരു ലാംഗ്വേജും പഠിക്കാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ തന്നെ ഒരു സ്റ്റോറി പറയാം. ഞങ്ങൾ നേരത്തെ രാജസ്ഥാനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നഴ്സറിയിലായിരുന്നപ്പോൾ എനിക്ക് ഒരു കുപ്പി വെള്ളം വേണമെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം. എൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി പോലും എനിക്ക് ചോദിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീട്ടിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മമ്മിക്കും പപ്പയ്ക്കും ഭയങ്കര വിഷമമായതുകൊണ്ട് അവരെനിക്ക് ഇത്തിരിയെങ്കിലും പറഞ്ഞു തന്നു, ഇങ്ങനെ വെള്ളം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കണേന്നൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡൽഹിയിലേക്ക് വന്നു. എനിക്ക് ഒരു 3 years ആയിരുന്നപ്പോൾ. അപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ പപ്പയോ ബ്രദറോ മമ്മിയോ ഒന്നും എനിക്ക് ഒരിക്കലും ഹിന്ദി പഠിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഹിന്ദിയിൽ ഫ്ലുവൻ്റ് ആയതെന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദി കാർട്ടൂൺസ് കണ്ടു തുടങ്ങിയായിരുന്നു. ഹിന്ദി കാർട്ടൂൺസ്. അപ്പോൾ ഷിൻജാനും ഡോറിമോനൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഷിൻജാൻ കാണുന്ന കുട്ടികൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഈ കുസൃതിയൊക്കെയും ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഷിൻജാൻ അത്ര നല്ലൊരു ഓപ്ഷൻ അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡോറിമോനായിരുന്നു സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത്. മമ്മി ഷിൻജാൻ കാണാൻ പിന്നെ സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഡോറിമോൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 4.5 years ഒക്കെ ആയപ്പോൾ എൻ്റെ ഒരു ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ പറ്റിയ വീണ്ടും ഒരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് മാറ്റി. അതിന് മുമ്പ് ഞങ്ങൾ ആർവിഡ് സ്കൂളിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് കമ്പൽസറി ആയിരുന്നു അവിടെ. നമുക്ക് ഹിന്ദി ക്ലാസ് നടക്കുമ്പോൾ മാത്രമാണ് സംസാരിക്കാൻ സമയം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പഴയ സ്കൂളിൽ നമ്മളെപ്പോഴും ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മാത്രം ടീച്ചേഴ്സിനോട് കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇത്തിരി പേടിയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒരു 1 month വെക്കേഷൻ കിട്ടിയപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഇങ്ങനെ ജസ്റ്റ് ആഡ് മാജിക് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് പോലെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു 8 or 11 years വരെയുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു വെബ് സീരീസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഫുള്ള് ഞങ്ങൾ സീരീസ് തീർത്തു. അപ്പോഴത്തേക്കും ഞങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷ് അങ്ങനത്തെ ഒരു രീതിയിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരുന്നല്ലോ അത് ഒരു ചാനൽ എന്ന് പറയുന്ന വെബ് സീരീസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ രീതിയിലൊന്ന് സംസാരിക്കാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു രീതി നമ്മളെപ്പോഴും കേട്ട് പഠിക്കണം. പക്ഷെ ഒരിക്കലും ആരെയും നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ നോട്ട്ബുക്കിൽ എനിക്ക് ഇങ്ങനെ എഴുതണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ എൻ്റെ ബ്രദറായിരുന്നു. എൻ്റെ ബ്രദർ ഒരു IELTS ടീച്ചറായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ സ്റ്റുഡൻസിനോട് ഇങ്ങനെ അച്ചായൻ എന്നാട്ടോ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അച്ചായൻ സ്റ്റുഡൻസിനോടും അച്ചായൻ എപ്പോഴും ഇങ്ങനെ എപ്പോഴും അവർ ലിസൺ അതാണ് ഏറ്റവും വലിയ മെയിൻ തിങ്. അപ്പോൾ നമ്മൾ ഒരു സാധനം ലിസൺ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ നമുക്കത് ഡിഫിക്കൽട്ടാണെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാരണം ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഈസിലി ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. അപ്പോൾ നമുക്കൊരു കോട്ടും ഉണ്ട് അതിൻ്റെ മേളിൽ, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പോൾ നമുക്കൊരു സ്ട്രോങ് വിൽ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഹിന്ദി സംസാരിക്കണമെങ്കിൽ ഒട്ടും പാടില്ല. നമ്മൾ മറ്റുള്ളവരുടെ കേട്ട് ഹിന്ദി സീരിയൽസ് ഉണ്ട് വലിയ ആൾക്കാർക്ക് വേണ്ടി, പിന്നെ ഹിന്ദി കാർട്ടൂൺസ് ഉണ്ട് ചെറിയ പിള്ളേർക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു ചെറിയ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു 6 months ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുവാവ 1 year ആകുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ച് കുഞ്ഞ രീതിയിൽ അവരുടെ മദർ ടങ്ക് പറയാൻ തുടങ്ങും. പിന്നെ ഒരു 2-3 years ആകുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ മദർ ടങ്ക് നന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾക്കും കുറച്ച് സമയം എടുക്കും. ഒരിക്കലും നമുക്കൊരു സാധനം പെട്ടെന്ന് ഇങ്ങനെ ഷെഡേന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് പെട്ടെന്ന് പഠിക്കേണ്ടി വരും.
പെട്ടെന്ന് പഠിക്കേണ്ടി വരുന്ന ആൾക്കാർ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ഒരാളുടെ ലേണിംഗ് കേപ്പബിലിറ്റി വെച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയില്ല എന്താ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് എന്താ പറയുന്നത്, എൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ സിസ്റ്റർ എന്താ പറയുന്നത്, അവൾ എന്താ പറയുന്നത് കോൺവെൻറ്റ് സ്കൂളിലേക്ക് ഞങ്ങൾ മാറി. അപ്പോൾ അവൾ ഒരു ഇയർ അത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളുടെ കൂടെ എപ്പോഴും മമ്മി ഇരുന്ന് അവൾ എന്താ പറയുന്നത് മമ്മിയുടെ കൂടെ ഇരുന്ന് അവൾ ആൻസറൊക്കെ പറയുമായിരുന്നു. പക്ഷെ പിന്നെ ഓഫ്ലൈൻ ക്ലാസ് ആയപ്പോൾ എന്താ പറ്റിയത്, അവൾ എന്താ പറയുക ഒറ്റയ്ക്ക് ഇരുന്ന് അവൾ എല്ലാ സാധനങ്ങളും ചെയ്യാൻ തുടങ്ങി. ഒറ്റയ്ക്ക് അവൾ എന്താ പറയുന്നത് എന്താ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ഹോംവർക്കൊക്കെ അവൾ തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ദൈവത്തിനെ നമ്മുടെ കൂടെ പിടിച്ച് നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ഒരു എന്താ പറയുന്ന ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞങ്ങൾ എപ്പോഴും വീട്ടിൽ മലയാളം സംസാരിക്കണമെന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ മലയാളം അത്ര മോശമൊന്നുമല്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നുകൊണ്ട് എനിക്ക് ഹിന്ദി ഭയങ്കര നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ എന്നാൽ എനിക്ക് മലയാളം അത്ര നന്നായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു, ഞങ്ങൾ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഈ കാക്ക അതൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. അപ്പോൾ പിന്നെ മാമിന് എന്താ പറയുന്നത്, പിന്നെ ഓഫീസിൽ കുറച്ച് വർക്ക് ചെയ്യേണ്ട ക്ലാസ് അങ്ങനെ നിന്നായിരുന്നു. പക്ഷെ എന്നാൽ ഞാൻ എപ്പോഴും വിട്ടു കൊടുത്തില്ല. ഞാൻ എന്താ ചെയ്തത്, ഞാൻ മമ്മിയുടെ അടുത്ത് ഇരുന്നു. ഞാൻ ഇങ്ങനെ തന്നെ മലയാളം ഒക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മലയാളമൊക്കെ ഇങ്ങനെ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ മലയാളം വായിക്കാൻ പഠിച്ചു നന്നായിട്ട്. ഇപ്പോൾ ഞാൻ മലയാളം ഏത് വേണമെങ്കിലും എനിക്ക് വായിക്കാൻ അറിയാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത സാധനമായിരുന്നു ബൈബിളിൽ നമ്മൾ ഏറ്റവും ആദ്യം എന്താ പറയുന്നത് ഞാൻ വായിച്ചത് സാംസ് 23 ആയിരുന്നു ഞാൻ ഏറ്റവും ആദ്യം വായിച്ച് പഠിച്ചത്. പിന്നെ സാംസ് 91 ആയി. പിന്നെ ഇപ്പോൾ എനിക്ക് ബൈബിളിലെ ഏത് ചാപ്റ്റേഴ്സ് വേണമെങ്കിലും നന്നായിട്ട് വായിക്കാനും അറിയാം. പക്ഷേ എനിക്ക് എഴുതുന്നതിൽ മാത്രം കുറച്ച് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെന്നുള്ളൂ, ബാക്കി എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് എന്തൊരു ലാംഗ്വേജ് പഠിക്കണമെങ്കിലും നമ്മൾ ഒരിക്കലും അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കരുത്. നമ്മളെപ്പോഴും അത് കേട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി യൂട്യൂബൊക്കെ എന്തോരം ഉണ്ട്. നമ്മൾ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ലേ. നമുക്ക് എന്താ പറയുക എന്തോരം ചാനൽസ് ഉണ്ട്, എന്തോരം ആൾക്കാർ ഹിന്ദി ചാനൽസിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുന്നത് കുറച്ച് നാൾ സമയം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ.